കോഴിക്കോട് താമരശ്ശേരിയിൽ ടിപ്പർ ലോറിക്ക് അടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കുപറ്റിയെന്ന വാർത്ത വരുന്നു. താമരശ്ശേരി സ്വദേശി പ്രഭാഷനാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTVയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം നമുക്കൊന്ന് പോകാം. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ടിപ്പർ ലോറിക്ക് അടിയിലാണ് പെട്ടത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. വല്ലാത്ത ഭീതി തോന്നുമല്ലേ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ തന്നെ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ ഭീതിപ്പെടുന്നുണ്ട്. കോഴിക്കോട്ട് നിന്നും വളരെ വേഗത്തിൽ വരികയായിരുന്നു ഈ ടിപ്പർ ലോറി വളരെ വേഗത്തിൽ എത്തുകയും ഒപ്പം തന്നെ അതേ ദിശയിൽ തന്നെയാണ് ഈ സ്കൂട്ടറും ഓടി വന്നിരുന്നത്. അതിനിടയിലാണ് വളരെ വേഗത്തിൽ പെട്രോൾ പമ്പിലേക്ക് ഈ ടിപ്പർ ലോറി തിരിച്ചത്. ആ തിരിച്ചലിനോട് കൂടെ അതിൻ്റെ ഇടതുഭാഗത്തായിക്കൊണ്ടിരുന്ന ഈ സ്കൂട്ടർ അതിന് അടിയിൽ പോകുകയായിരുന്നു. അതിനകത്താണ് ഇപ്പോൾ ഈ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള പ്രഭാഷനാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലയിലും അതുപോലെ കൈക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നവർ തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും യുവാവിൻ്റെ ആരോഗ്യനില ഗുരുതരമാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ അപകടത്തിൻ്റെ ഒരു തോത് അല്ലെങ്കിൽ അപകടത്തിൻ്റെ ആ ഒരു ഭീകരത നമുക്ക് വളരെ വേഗത്തിൽ ബോധ്യപ്പെടുന്നത്. എന്തായാലും ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്, ഈ ടിപ്പർ ലോറി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും നടപടി ആരംഭിച്ചിട്ടുണ്ട്. സമീർ C. മുഹമ്മദാണ് ഈ അപകടത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് നിന്ന് താമരശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടായത്.